ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയലിലെ നാളത്തെ നല്ലൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നാളെ നമ്മുടെ മഹേഷും സ്വപ്നവല്ലിയും അതുപോലെ തന്നെ രാമനാഥനും കൂടി പ്രിയാമണിയും അതുപോലെ തന്നെ മാഷൊക്കെ ചേർന്നിട്ട് അമ്പലത്തിലേക്ക് പോയിരിക്കുക കേട്ടോ. ഇഷിതയും പിള്ളേരും അതുപോലെ തന്നെ മഞ്ജുമയും മാത്രമേ ഉള്ളൂ. മഞ്ജുമയാണെങ്കിൽ അജിത്തിനെ കാണാൻ വേണ്ടി പുറത്തു പോയിരിക്കുകയാണ്. ആ സമയത്ത് ഇഷിത കിടക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഇഷിതയ്ക്ക് പെട്ടെന്ന് ഒരു വയറുവേദന പോലെ തോന്നുന്നു കേട്ടോ. ഇഷിതയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇഷിത വാവിട്ട് നില വിളിച്ച് കരയാണ്. ആദ്യം ചിപ്പി ഓടി വരുന്നുണ്ട്. അയ്യോ അമ്മ എന്തു പറ്റി? അപ്പൊ ആദ്യം ചോദിക്കണ്ട, ഇഷിത അമ്മ വീണോ? ഇല്ല മോനെ, എനിക്ക് പെട്ടെന്ന് ഒരു വയറുവേദന, മോൻ മഹേഷിനെ ഒന്ന് വിളിക്കാവോ എന്ന് ചോദിക്കുകയാണ്. ആദ്യം വേഗം തന്നെ ഫോൺ എടുത്തിട്ട് മഹേഷിനെ വിളിക്കുന്നുണ്ട്. മഹേഷിന്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയണത്. അയ്യോ ഇഷിതാമ്മേ, ഡാഡിയുടെ ഫോൺ സ്വിച്ച് ഓഫാ എന്ന് പറയാണ്. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നത് കേട്ടോ. അപ്പൊ നാളെ കാണിക്കാൻ പോണത് നമ്മുടെ ആദ്യം പറയണ്ട, ഇഷിതാമ്മേ നമുക്കൊരു കാര്യം ചെയ്യാം, ഹോസ്പിറ്റലിൽ പോകാം, ഞാനൊരു കാര്യം ചെയ്യാം, ആംബുലൻസ് വിളിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. ശരി മോൻ, എത്രയും പെട്ടെന്ന് ആംബുലൻസ് വിളിക്കും, അല്ലെങ്കിൽ മഞ്ജു പിടിച്ചെടുത്ത് പറഞ്ഞാലും മതി, മഞ്ജുമാപ്പൊക്കെ പുറത്തു പോയി ഇഷിതാമ്മേ, ഞാൻ വിളിച്ചോളാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. അങ്ങനെ ആദ്യം വേഗം തന്നെ ഫോൺ എടുക്കുകയാണ്. ഇഷിതയുടെ എന്നിട്ട് ആംബുലൻസ് വിളിക്കുന്നുണ്ട്. ഇഷിതയുടെ ഹോസ്പിറ്റലിൽ ആംബുലൻസ് തന്നെയാണ് വിളിക്കണത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടെ വരണമെന്ന് പറയുന്ന ആംബുലൻസ് അപ്പോൾ തന്നെ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇഷിതേനെ ആദ്യം ചിപ്പിയും കൂടി ആംബുലൻസിൽ കയറ്റിയാണ് ശേഷം അവരും ആംബുലൻസിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. ഇഷിതയുടെ രണ്ട് കയ്യിലും രണ്ട് മക്കൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇഷിതനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും ഡോക്ടർ ദേവികേനെയാണ് ഇഷിത അമ്മ കാണിക്കണത് എന്ന് ആദ്യം പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവിക ഡോക്ടറെ വിളിപ്പിക്കുകയാണ്. ദേവിക ഡോക്ടർ വരുന്നുണ്ട്. ആ സമയത്ത് ആദ്യം ചിപ്പി ഭയങ്കര കരച്ചിലാട്ടോ. ദേവിക ഡോക്ടർക്ക് അറിയാം ആദ്യം ചിപ്പിനെ. അവരോട് സമാധാനിപ്പിക്കുകയാണ് ദേവിക ഡോക്ടർ. അയ്യോ നിങ്ങളിങ്ങനെ കരഞ്ഞാലോ, അതെ കുഞ്ഞു അവയ്ക്ക് പുറത്തു വരാൻ സമയമായി, അതുകൊണ്ടാ അമ്മക്ക് പെട്ടെന്ന് വേദന എടുത്തത്, നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കട്ടോ, കുഞ്ഞുവാവയും അമ്മയും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരും, സുഖമായിട്ട് ആരോഗ്യമായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവിക ഡോക്ടർ അകത്തേക്ക് പോവാണ്. അപ്പൊ ആദ്യക്ക് കാര്യം മനസ്സിലായി, ലേബർ പെയിൻ ആണെന്ന്. ആദ്യം ചിപ്പിയുടെ അടുത്ത് പറയുന്നുണ്ട്, മോളെ ചിപ്പി, ഇഷിതാമ്മക്ക് പ്രസവ വേദനയാണെന്നാ തോന്നുന്നത്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുവാവ വരാൻ സമയമായി എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ഇഷിതന ഇങ്ങനെ പ്രസവിക്കുക കേട്ടോ. ഇതൊക്കെ പ്രസവിക്കുന്ന സമയത്ത് പെൺകുഞ്ഞ് ജനിക്കുകയാണ്. ആ സമയത്ത് അവിടെ വേറെ ആരും തന്നെയില്ല, ആദ്യം ചിപ്പി മാത്രമേ ഉള്ളൂ. അവരെ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കണമല്ലോ. ഡോക്ടർ ദേവിക ആ കുഞ്ഞായിട്ട് ആദ്യയുടെയും ചിപ്പിയുടെ അടുത്തേക്ക് വരുവാണ്. ദേ മക്കളെ, ഇതാണ് നിങ്ങളുടെ കുഞ്ഞുവാവ, പെൺകുഞ്ഞുവാവയാണ് കേട്ടോ, നിങ്ങൾക്കൊരു അനിയത്തിയായി ഉണ്ടായേക്കണത് എന്ന് പറയാണ്. അപ്പോൾ ആദ്യം ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. അനിയത്തിയാണോ? അപ്പോൾ ചിപ്പി പറയുന്നുണ്ട്, ആദ്യേട്ടൻ്റെ ആഗ്രഹം പോലെ തന്നെ അനിയത്തിനെ തന്നെ കിട്ടിയാലോ എന്ന് പറയാണ്. അതെ ദേ മോനെടുത്ത് കുഞ്ഞുവാവന്, വേറെ ആരും ഇവിടെ ഇല്ലല്ലോ. അയ്യോ ഞാനോ? അതെ ദേ ഇങ്ങനെ കൈ രണ്ട് നിവർത്തി പിടിക്കുക. നേഴ്സിനോട് പറഞ്ഞു സഹായിക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ ആദ്യം നേഴ്സിനെ കൈ ഇങ്ങനെ പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദേവിക ഡോക്ടർ കുഞ്ഞിനെ ആദ്യയുടെ കയ്യിലേക്ക് കൊടുക്കുക കേട്ടോ. ആദ്യം ആ കുഞ്ഞിനെ എടുക്കുന്നുണ്ട്. ശേഷം ആദ്യക്ക് കണ്ണ് നിറയാണ്, ചിപ്പിക്കും അതുപോലെ തന്നെയാണ്. എന്നാൽ കുഞ്ഞുവാവനെ അകത്തേക്ക് കൊണ്ടുപോട്ടെ കേട്ടോ. അല്ല മഹേഷൊക്കെ എവിടെ പോയി? അവര് അമ്പലത്തിൽ പോയിരിക്കുക ആണോ? എന്തായാലും വരുമ്പോൾ ഒരു ഗുഡ് ന്യൂസ് പറയാലോ എന്ന് പറഞ്ഞിട്ട് ദേവിക ഡോക്ടർ അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും വേഗം തന്നെ ആദ്യം ദേവിക ഡോക്ടറുടെ അടുത്തേക്ക് പോയി ചോദിക്കുന്നുണ്ട്, അതെ ഇഷിതാമ്മക്ക് എങ്ങനെയുണ്ട്? അമ്മക്ക് കുഴപ്പമൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോൾ റൂമിലേക്ക് മാറ്റും കേട്ടോ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമാവാണ്. ഞാൻ ഒന്നും കൂടിയേ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഹേഷിന്റെ മൊബൈലിലേക്ക് വിളിക്കണം. മഹേഷിന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. മഹേഷ് വേഗം ഫോൺ എടുക്കണം. ഹലോ ആദി മോനെ, ഞങ്ങളിപ്പോൾ എത്തും മോനെ, ഒരു 10 മിനിറ്റ് എന്ന് പറയണം. ആദ്യം പറയുന്നുണ്ട്, ഡാഡി വേഗം ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി, നമ്മുടെ സിറ്റി ഹോസ്പിറ്റലിലേക്ക്. അയ്യോ അവിടെയോ? എന്ത് പറ്റി? ചിപ്പിക്ക് എന്തെങ്കിലും പറ്റുമോ? ഇഷിതക്ക് എന്തെങ്കിലും പറ്റുമോ? മോൻ എന്തെങ്കിലും പറ്റുമോ എന്ന് മാറി മാറി ചോദിക്കുകയാണ് നമ്മുടെ മഹേഷ്. ആ സമയത്ത് മഹേഷ് ആദ്യം പറയണ്ട, ആദ്യം ഡാഡി ഇവിടേക്ക് വാ, എന്നിട്ട് ഞാൻ പറയാം എന്ന് പറയാണ്. അപ്പോഴേക്കും മഹേഷിനും ആകെ ടെൻഷൻ ആവാട്ടോ. അച്ഛ അമ്മേ ദേ ആദ്യമാണ് വിളിച്ചത്, എത്ര പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണമെന്നാണ് പറഞ്ഞത്. ഈശ്വര ഇനി മോൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്നാലോചിച്ചിട്ട് നമ്മുടെ പ്രിയാമണിക്കും ആകെ ടെൻഷൻ ആവാട്ടോ. ഹോസ്പിറ്റലിൽ അവർ ഓടി എത്തുന്നുണ്ട്. എന്നിട്ട് ദേവിക ഡോക്ടറുടെ റൂമിലേക്ക് ഓടി കയറുവാട്ടോ. എന്നിട്ട് ദേവിക ഡോക്ടർ ചോദിക്കുന്നുണ്ട്, മഹേഷ് ഡോക്ടർ ഇഷിതയ്ക്ക് എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ മഹേഷിനോട് കുട്ടികളൊന്നും പറഞ്ഞില്ലേ? ഇല്ല, ഇവിടെ പെട്ടെന്ന് വരാൻ മാത്രമേ പറഞ്ഞോളൂ, ഞാൻ പുറത്തേക്ക് വന്നപ്പോഴേക്കും കുട്ടികളൊന്നും മിണ്ടുന്നില്ല, മിണ്ടാതെ അവിടെ ഇരിക്കുകയായിരുന്നു. ഓഹോ, അപ്പോൾ മഹേഷ് അവർ സർപ്രൈസ് എന്നതായിരിക്കും. സർപ്രൈസോ? അതെ, ഇഷിത പ്രസവിച്ചു, പെൺകുഞ്ഞാണ് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും മഹേഷ്, ഇഷിത പ്രസവിച്ചെന്നോ? അതെ, ആ സമയത്ത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല, കുട്ടികൾ മാത്രമേ ഉണ്ടായുള്ളൂ, അവർ തന്നെ ആംബുലൻസ് വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ പോയപ്പോൾ തന്നെ ഇഷിതയ്ക്ക് ലേബർ പെയിൻ വന്നിട്ടുണ്ടാവാം, നിങ്ങൾ പോയി അധികം മണിക്കൂറൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല, നിങ്ങൾ രാത്രിയാകുമ്പോഴേക്കും തിരിച്ചെത്തുന്നു ആദ്യം പറഞ്ഞിരുന്നു, കുഞ്ഞിനെ ആ പിള്ളേർക്ക് കാണിച്ചു കൊടുത്തു എന്നൊക്കെ പറയാണ്. ഡോക്ടർ എനിക്ക് കാണാൻ പറ്റുമോ? അതിനെന്താ, കുട്ടി അമ്മയെ സുഖമായിട്ടിരിക്കുന്നു, റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ പോയി കണ്ടോളൂ എന്ന് പറയാണ്. അങ്ങനെ മഹേഷും സ്വപ്നവല്ലിയും രാമനാഥനും പ്രിയാമണിയും മാഷും എല്ലാവരും കൂടി ചെയ്ത്
കുഞ്ഞാവനെ കാണാൻ വേണ്ടി പോവാട്ടോ. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ്. ശേഷം മഹേഷ് കുഞ്ഞിനെ എടുക്കുന്നുണ്ട്. ആ സമയത്ത് ചിപ്പി പറയുന്നുണ്ട്, ഡാഡി കുഞ്ഞാവിനെ ആദ്യം എടുത്തത് ആരാന്നറിയാവോ? ആദ്യേട്ടനാ എന്ന് പറയാണ്. ആണോ എന്ന് പറയുന്നുണ്ട്. ശേഷം നമ്മുടെ മഹേഷ് കുഞ്ഞിനെ എടുക്കുകയാണ്. എന്നിട്ട് ഇഷിതടുത്ത് പറയുന്നുണ്ട്, ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് അച്ചാന്ന് വിളിക്കണത് കേൾക്കാനായിട്ടാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം, നമുക്കായിട്ടൊരു കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് മഹേഷ് കേട്ടോ. ഇഷിതക്കും സന്തോഷമാവാണ്. പക്ഷെ ചെറിയൊരു വിഷമമുണ്ട്. ലേബർ പെയിൻ എടുക്കുന്ന സമയത്ത് തൻ്റെ കൂടെ മക്കൾ മാത്രമല്ലേ ഉണ്ടായുള്ളൂ, വേറെ ആരും ഉണ്ടായില്ലല്ലോ എന്നാലോചിച്ചിട്ട് ടെൻഷൻ ഇഷിതക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ഭാഗം കാണിച്ചിട്ടുണ്ട് പ്രൊമോയില്. പിന്നീട് കാണിക്കുന്ന ആകാശിനെയാണ്. ഇഷിത പ്രസവിച്ച ന്യൂസ് നമ്മുടെ മഞ്ജുമ രചന എടുത്ത് വിളിച്ച് പറയുന്നുണ്ട്. രചന അത് ആകാശിനോട് പറയുന്നുണ്ട്. ആകാശ് പറയണ്ട, ആവോ ഞാൻ കാത്തിരുന്ന് എൻ്റെ അതിഥി വന്നു, അങ്ങനെ ഇഷിത പ്രസവിച്ചു, ഇനിയാണ് കഥ മാറാൻ വേണ്ടി പോണത്, ഇഷിത ഫുൾ മെന്റൽ ആവാൻ വേണ്ടി പോവാണ് എന്ന് പറയാണ്. ഇത് കേൾക്കണ രചന പറയുന്നുണ്ട്, ആകാശ് എന്തൊക്കെയാ പറഞ്ഞത്, ഇഷിത മെന്റൽ ആകുമെന്നോ? അതെ, നീ നോക്കിക്കോ രചന, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇഷിതയുടെ മഹേഷിന്റെ ആദ്യ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുമെന്ന്. അതെ, ഇനി ആ മാറ്റത്തിന്റെ സമയമാണ്, വലിയ മാറ്റത്തിന്റെ സമയം. നീ കാത്തിരുന്ന് കണ്ടോ അവിടെ എന്തൊക്കെയാ സംഭവിക്കാൻ പോണത് എന്ന് ആകാശ് പറയുന്നുണ്ട് കേട്ടോ. ശേഷം പിറ്റേ ദിവസം തന്നെ ഇഷിതേനെയും കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്തിട്ട് അവര് വീട്ടിലേക്ക് വരുവാണ്. അപ്പം മുതൽ ഇഷിതക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങാട്ടോ. ആകാശ് പറഞ്ഞത് സത്യം തന്നെ ആവാണ്. ഇഷിതക്ക് മെന്റലി എന്തൊക്കെയോ പ്രശ്നം, തന്റെ കുഞ്ഞിനെ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കൂ എന്നൊരു ഉള്ളിൻ്റെ ഉള്ളിലൊരു തോന്നല്. അതിന്റെ പേരിൽ ഇഷിതക്ക് വെറുതെ ഡിപ്രഷൻ ആവുന്നുണ്ട്. കുഞ്ഞിനെ ആരെടുത്താലും ഇഷിതക്ക് വല്ലാത്തൊരു ടെൻഷനാണ്. കുഞ്ഞ് വയറ്റിൽ കിടക്കുമ്പോൾ ആരെങ്കിലും തന്റെ കുഞ്ഞിനെ അപകടപ്പെടുത്താൻ ശ്രമിക്കോ എന്നൊരു പേടി ഇഷിതയ്ക്ക് ഉണ്ടായിരുന്നല്ലോ. സെയിം പോലെ തന്നെയാണ് ഇഷിതയ്ക്ക് ഇപ്പോഴും. കുഞ്ഞ് പുറത്തു വന്നപ്പോഴും കുഞ്ഞ് ആരെങ്കിലുമൊക്കെ എടുത്തോണ്ട് പോവോ, കുഞ്ഞിനെ ആരെങ്കിലും എടുത്തോണ്ടിരിക്കാത്ത കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കോ എന്നൊരു ടെൻഷനാണ്. ചിപ്പി കുഞ്ഞിന്റെ അടുത്തേക്കൊക്കെ വരുമ്പോഴേക്കും ഇഷിത പറയണ്ട, അയ്യോ കുഞ്ഞിന്റെ അടുത്ത് ഇങ്ങനെ വരല്ലേ മോളെ, കുഞ്ഞു വാവയല്ലേ, കുറച്ചുകൂടി ആയിട്ട് കുഞ്ഞിനെടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. അപ്പൊ ഇഷിതയുടെ ഈ മാറ്റമൊക്കെ കാണുമ്പോഴേക്കും ആദ്യം വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നാണ്. ആ ആകാശങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാകുവാണോ എന്നൊരു തോന്നല് പോലും ആദ്യം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇഷിത വല്ലാത്തൊരു മെന്റലി ഡിപ്രഷനായിട്ട് ഒച്ചപ്പാടും ബഹളവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. മഹേഷ് ഇഷിതനെ കൂട്ടിക്കൊണ്ട് വേറൊരു ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ഇഷിതയുടെ ഈ സ്വഭാവം ഇങ്ങനെ മാറി വരുന്നുണ്ട്. അപ്പൊ ഈ ഡോക്ടർ പറയേണ്ടത് വേറൊന്നുമല്ല, ഡിപ്രഷന്റെ ഭാഗമായിട്ടാണ്, കുഴപ്പമൊന്നുമില്ല, മരുന്ന് കഴിച്ചാൽ മതി, സാധാരണ പെണ്ണുങ്ങൾക്ക് പ്രസവം കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്, നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും പിന്തുണയും ഉണ്ടെങ്കിൽ അവൾ ഓക്കെ ആകും. മഹേഷ് പറയുന്നുണ്ട്, ഇഷിതയുടെ അടുത്തുള്ളതെല്ലാം ഇഷിതനെ സ്നേഹിക്കുന്നവർ മാത്രമേ ഉള്ളൂ, പിന്നീട് എന്താണ് ഇങ്ങനെ സംഭവിക്കാന്ന് അറിയില്ല, എന്തായാലും കുഴപ്പമൊന്നുമില്ല, അതൊന്ന് പതുക്കെ ഓക്കെ ആയിക്കോളും എന്ന ഡോക്ടറും പറയണം. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ നാളെ മറ്റന്നാളെ ആയിട്ട് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്തോ വലിയ സംഭവങ്ങൾ നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അത് ഈ വീക്കെൻഡ് പ്രൊമോയില് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ ഇഷ്ട സീരിയൽ ടീച്ചറമ്മ ഉണ്ടല്ലോ, ടീച്ചറമ്മയാണ് ആദ്യം തീരുന്നത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.